ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും വിമർശിച്ച അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിനെതിരെ CPIM. ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പാർട്ടിയെ വിമർശിക്കരുത് എന്ന താക്കീതാണ് കൊല്ലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അഡ്വക്കേറ്റ് ബ്രാഞ്ച് വിളിച്ചു ചേർത്താണ് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദ് ഈ താക്കീത് നൽകിയത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ഇടത് സഹയാത്രികനാണ് ഹസ്കർ, പക്ഷേ ഇടത് അപജയങ്ങൾ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്ത നിലപാട് ചർച്ചകളിൽ പ്രകടിപ്പിക്കുന്നു. CPM അനുഭാവി എന്ന് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് പാർട്ടിക്ക് പറയാം, പക്ഷേ ഇടത് സഹയാത്രികൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് എങ്ങനെയാണ് പറയാനാവുക? ഇതൊരു താക്കീതിന്റെ സ്വഭാവത്തിലാണോ? എന്താണ് ഈ യോഗം ചേർന്ന് ഹസ്കറിനോട് പറഞ്ഞത് റഹീസ്? സ്മൃതി, അല്പസമയം മുമ്പ് BJPയിൽ ചേർന്ന റെജി ലൂക്കോസിനെ പോലെ തന്നെ ഇടത് അനുകൂല നിലപാട് മാധ്യമങ്ങളിലെ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്ന ആളാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. കഴിഞ്ഞ 2-3 ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന CPIMനെതിരെയും ഉള്ള നിലപാട് അദ്ദേഹം മാധ്യമങ്ങളിലെ ചർച്ചയിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റി അംഗം സോമപ്രസാദ് അഡ്വക്കേറ്റ് ബ്രാഞ്ചിന്റെ യോഗം വിളിച്ചത്. അതായത് 1992 മുതൽ പാർട്ടി അംഗമാണ് BN ഹസ്കർ. കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഏരിയ കമ്മിറ്റിയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള അഡ്വക്കേറ്റ് ബ്രാഞ്ചിലാണ് ഹസ്കർ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ച് പാർട്ടിക്കെതിരെ ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ നിലപാടുകൾ പറയരുത്, അങ്ങനെ പറയരുത് എന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. ആ ബാനർ ഉപയോഗിച്ച് പറയരുത് എന്ന കാര്യമാണ് K. സോമപ്രസാദ് ആ കമ്മിറ്റിയിൽ പൊതുവായി പറഞ്ഞത്. ഹസ്കറിനോട് തന്നെ അങ്ങനെ തുടരുകയാണെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു. ഹസ്കർ അതിനെ തള്ളിയിട്ടുണ്ട്. പാർട്ടി ലൈനാണ് ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി RSSന്റെ നാവായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞാണ് അതിന് മറുപടി നൽകിയത്. ഇനിയും ഈ തരത്തിൽ ചർച്ചകൾ ഉണ്ടായാൽ പാർട്ടി നടപടികൾ ഉണ്ടാകും എന്ന സൂചനകളാണ് നേതാക്കൾ നൽകുന്നത്. സ്മൃതി, ശരി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.